കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. ദൈവമക്കളുടെ ഏറ്റവും വലിയ പ്രത്യാശ നിത്യത എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഈ ഭൂമിയിൽ നമ്മൾ അല്പായുസുള്ളവരാണ്, കഷ്ടസമ്പൂർണരാണ്. യോബിന്റെ പുസ്തകം വായിക്കുന്നത് പോലെ തീപ്പരി ഉയരെ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയോട് ജനിച്ചവരാണ്. സ്ത്രീ പ്രസവിച്ചതിന് അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാണ്. എന്നാൽ ഇതിനൊക്കെ അവസാനമുണ്ടാകുന്ന ദിനമുണ്ട്. ഇന്ന് രാവിലെ എഫേസ്യ ലേഖനം 5:16 വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ നിന്ന് ഉപയോഗിച്ചു കൊള്ളുകയും. ജ്ഞാനിയാകുന്ന ശലോമോൻ സഭാപ്രസംഗ പുസ്തകം എഴുതുമ്പോൾ എല്ലാത്തിനൊരു കാലമുണ്ട്. ജനിക്കാനൊരു കാലം, മരിക്കാനൊരു കാലം, പിന്നെ പലതും ചെയ്യാനൊരു കാലം, എല്ലാത്തിനും കാലമാണ്. ഈ കാലങ്ങളെല്ലാം അവസാനിക്കും. നമ്മുടെ ആയുസിൻ്റെ ഓരോ ദിവസങ്ങളും കാരണം മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നുവരെ നമ്മൾ ഈ ഭൂമിയിൽ കാണും എന്ന് നമുക്കാർക്കും അറിവില്ല. അതിൽ ഏറ്റവും പ്രത്യാശയുള്ളൊരു കാലമാണ് കർത്താവിൻ്റെ വരവിൻ്റെ സമയം അഥവാ കാലം എന്ന് പറയുന്നത്. അതെപ്പോഴാണെന്നറിയായതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ലഭിക്കുന്ന ടൈം അത് വളരെ സൂക്ഷ്മതയോടെ നമ്മൾ കരുതണം. ഇവിടെ വായിക്കുന്നു, കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് പറയുന്നു. ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് നടക്കാൻ നോക്കണം. പിന്നെ പറയുന്നു, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഹിതം എന്തെന്ന് നമ്മൾ ചിന്തിക്കണം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകും. ആത്മാവും നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നമ്മുടെ ഹൃദയത്തിൽ നന്ദിയോടെ കർത്താവിനെ പാടിയും ഇങ്ങനെ യേശുവിനെയും ദൈവവും പിതാവുമായവന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. ഇങ്ങനെ അനവധി കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ കാലം ഇനി ഒരിക്കലും മടങ്ങി വരികയില്ല. നമ്മുടെ ശൈശവകാലമുണ്ട്, ബാല്യകാലങ്ങളുണ്ട്, ഒരു പക്ഷേ കൗമാരകാലവും യൗവനകാലവും ടീനേജിൻ്റെ കാലവും ഒക്കെ നമ്മൾ വിട്ടുപോയി കാണും. നമ്മളിങ്ങനെ കാലം പോയി വാർദ്ധക്യകാലം എത്തുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതാവസാന കാലം വരുന്നു. വയോധികനായപ്പോൾ ദാവീദ് തൻ്റെ മകനെ വിളിച്ചു പറഞ്ഞു, മകനെ, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോവുകയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ കാലഗതിയിൽ തീരാറായി. നമുക്കുമൊക്കെ അങ്ങനെ ചിന്തിക്കേണ്ട സമയത്തിൽ നമ്മൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് നമ്മുടെ കാലം ഇവിടെ അവസാനിക്കുന്നത് അറിയുകയില്ല. പക്ഷേ നമ്മൾ വായിച്ച വാക്യം, ഇത് ദുഷ്കാലമാണ്, സമയം തക്കത് ഉപയോഗിക്കണം. സമയം ആരെയും കാത്തു നിൽക്കത്തില്ല. സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നെ മടങ്ങി വരാനുള്ള അവസരം ലഭിച്ചു എന്ന് വരികയില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട 2 കള്ളന്മാരെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരുവൻ അവൻ്റെ സമയം തക്കത്ത് ഉപയോഗിച്ചു, അവൻ ആത്മരക്ഷ പ്രാപിച്ചു, പർദീസയ്ക്ക് അവകാശിയായി. അതേ സ്ഥാനത്ത് അപ്പുറം കടന്ന ആ വ്യക്തി ആ സമയം ഉപയോഗിച്ചില്ല. ഓരോ കാലത്തിലും നമ്മൾ നോക്കുക. നോഹയുടെ കാലം ദൈവവചനം കേൾക്കാഞ്ഞല്ല, കർത്താവിൻ്റെ അരുളപ്പാടിന് നോക്കിലൂടെ കേൾക്കാഞ്ഞല്ല, സമയം ഉപയോഗിച്ചില്ല. അവിടെ രക്ഷയ്ക്കുള്ള എല്ലാ മാർഗവും ദൈവം ഒരുക്കി. നോഹ ജനത്തിൻ്റെ രക്ഷയ്ക്കും അവൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കും വേണ്ടി വലിയൊരു കപ്പൽ പണിഞ്ഞു. എല്ലാവർക്കും ഫ്രീ ആയിട്ട് അതിനകത്ത് കയറാം. ടിക്കറ്റ് എടുക്കേണ്ട, വിസ വേണ്ട, വിശ്വാസം മാത്രം മതി. വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? നോഹ പറഞ്ഞ് വിശ്വസിക്കണം.
ജലപ്രളയം വരും, ഭൂമി നശിക്കും. അവരിതുവരെയും ഇതൊന്നും കണ്ടിട്ടില്ല. ആ വിശ്വാസം ഉള്ളിലുണ്ടെങ്കിൽ അവർക്ക് അതിലേക്ക് കയറാമായിരുന്നു. പക്ഷേ ടൈം നഷ്ടപ്പെടുത്തി. അവർ ജീവിതത്തിൽ പിന്നെ സംഭവിച്ചത് പിന്നെ രക്ഷയ്ക്കുള്ള മാർഗമടഞ്ഞു. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഇന്നത്തെ കാലത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്ന ഒരു കാലമാണ് കൃപായുഗത്തിൻ്റെ പീരീഡ്. കൃപായുഗം, ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്, കൃപായുഗമാണ്. ഇതിൻ്റെ വാതിലൊരു ദിവസം അടയും. അടഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വ്യക്തിക്ക് പോലും കൃപയുള്ള രക്ഷ ലഭിക്കത്തില്ല. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഫ്രീ ആയിട്ടുള്ള രക്ഷയാണ്. ഒന്നും അങ്ങോട്ട് കൊടുക്കണ്ട. പാപിയാണോ സമ്മതിക്കുക, മാനസാന്തരപ്പെടുക, പാവങ്ങൾ ഏറ്റുപറയുക, ഉപേക്ഷിക്കുക. എൻ്റെ പാപത്തിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നതും ക്രൂശിൽ മരിച്ചതും ഇന്നും കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിൽ പിതാവിൻ്റെ പരമായി ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുക. ആ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവ് വിശ്വസിൽ അംഗീകരിക്കുക. ഇത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലേ? പക്ഷേ ആ സമയം ചിലത് നഷ്ടപ്പെടുത്തി കളയും. അവരെന്തിനാണ് വൃതമാക്കുന്നത്? ഈ ലോകത്ത് ദൈവമാകുന്ന പിശാച് അവരെ കണ്ണുകളെ ഉണ്ടാക്കും. ഈ ലോകമൊക്കെ ഇങ്ങനെ പോകുമെന്നേ, മരണപ്പുറം പേറിയും ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു എന്നൊക്കെയുള്ള ചിന്താഗതി അവരെ ഉള്ളിലിട്ടിട്ട് ചില നിരീശ്വരവാദികളാക്കും, ചില യുക്തിവാദികളാക്കും, ചില അവിശ്വാസികളാക്കും. ഈ രീതിയിലേക്ക് ആക്കി അവിടെ കാലം ഭൂമിയിൽ കഴിയും. നമ്മൾ പാടിയതിങ്ങനെ കാലമെല്ലാം കഴിയും, കാണുന്നതെല്ലാം മറയും, പുതിയുഗം വിരിയും, തിരികെ വരാൻ നമ്മൾ ഇതിലേക്ക് ചേരും. നമ്മുടെ പ്രത്യാശ അതാണല്ലോ. നമുക്ക് പ്രത്യാശിക്കാം. ആര് പറഞ്ഞ് വിശ്വസിക്കണം? കർത്താവ് പറഞ്ഞ് വിശ്വസിക്കണം. കർത്താവിൻ്റെ അരുളപ്പാടുകൾ മുഴുവൻ നമ്മൾ ദൈവത്തിൽ കാണാൻ കഴിയും. വായിക്കണം, ഗ്രഹിക്കണം, അതനുസരിക്കണം. നമ്മുടെ കാലം കർത്താവിൻ്റെ കരങ്ങളെ ഏൽപ്പിക്കണം. ഇനി എത്ര കാലം നമ്മുടെ മുമ്പിലുണ്ടെന്ന് അറിയുകയില്ല. കിട്ടുന്ന സമയം തക്കത്ത് ഉപയോഗിക്കുക. നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാം. ഇന്ന് രാവിലെ ഈ പ്രബോധനവാക്യം കേൾക്കുന്ന എല്ലാവരെയും ഞാൻ ഉത്സാഹിപ്പിക്കുക. സമയത്തിനും അസമയം ഒരുങ്ങി നിൽക്കുക. എപ്പോഴാണ് കാഹളനാദം കേൾക്കുന്നതെന്നോ നമ്മുടെ ശാരീരിക രൂപാന്തരം ഉണ്ടാകുന്നതെന്നോ കർത്താവിലേക്ക് നമ്മൾ ചേർക്കുമെന്ന് അറിയുകയില്ല. അതിനുവേണ്ടി ഒരുങ്ങാം, പ്രത്യാശയോടെ ജീവിക്കാം. എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നന്ദിയുടെ ഹൃദയത്തോടെ സ്തോത്രം. ഞങ്ങളുടെ ഈ മരുഭൂമിയിലെ പ്രവാസകാലമാണ്. ഈ പ്രവാസകാലം ഇന്നുവരെയോട് ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പുണ്ട്. ഞങ്ങളുടെ മുമ്പിലൊരു നിത്യതയുണ്ട്. ജീവനുള്ള പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങളെ വിളിച്ചതിന് നന്ദി കരയറ്റുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ ദൈവദൂത് കേൾക്കുന്ന ആരും അവരുടെ സമയം നഷ്ടപ്പെടുത്തി കളയാതെ നിത്യതയോട് ഒരുങ്ങുവാൻ എല്ലാവർക്കും ദൈവകൃപ നൽകണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ആൾ.